ഹലോ ഗൈസ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ നിർത്തിയതെന്ന് പറയണത് ഒരു 8 മണിയായപ്പോഴത്തേക്കും ഞാൻ നിർത്തിയത്. കഴിഞ്ഞ വീഡിയോ 15 ജൂൺ 2026 ഒരു 8 PM ഞാൻ നിർത്തിയത്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീലൊക്കെ കണ്ടു. എൻ്റെ സാംസങ് മൊബൈലിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി, അതുപോലെ നെയ്മറിൻ്റെ ഒക്കെ കുറച്ച് റീൽസൊക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു 8:30 അതിൻ്റെ ഇടയ്ക്ക് കലാൻ സാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കലാൻ സാർ അത് അപ്പുപ്പയും കലാൻ സാറും കൂടെയാണ് നാളെ മറ്റു സ്ഥലത്ത് പോണത്. എവിടെയാണ്? കണ്ണൂർ മറ്റേ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പരിപാടിക്ക് പോണത്. പരിപാടിയല്ല, അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോണത് കലാൻ സാറും അപ്പൂപ്പയും കൂടെയാണ്. അപ്പം കലാൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പയും സാറിന് ഞാനിത് കാണിച്ചു കൊടുത്തു. എനിക്ക് മറ്റേ ഇവിടെ പോയപ്പോഴത്തേക്ക് ഏറ്റുമാനൂർ പോയിട്ട് വാങ്ങിച്ച അവാർഡ്, SP പിള്ളേ, മറ്റേ വിജയരാഘവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ അവാർഡ് കാണിച്ചു കൊടുത്തു. ആൾ വന്നു, മുമ്പിലിരുന്നു, കട്ടൻ കാപ്പി കുടിച്ചു. കട്ടൻ കാപ്പി ഞാനും കുടിച്ചു, അപ്പൂപ്പയും കുടിച്ചു. എന്നിട്ട് ഞാൻ, അപ്പൂപ്പ, അമ്മൂമ്മ, വിദ്യാമ്മേനെ വീഡിയോ കോളിൽ വിളിച്ചായിരുന്നു. വാട്സപ്പ് വീഡിയോ കോളിൽ വിളിക്കുമല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് സാറിനെ കാണിച്ചു കൊടുത്തു. വിദ്യാമ്മേനോട് കലാൻ സാറ് സംസാരിച്ചു. 15 ജൂൺ 2026 നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാമ്മനോട് വീഡിയോ കോളിൽ സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ വിദ്യാമ്മ കട്ട് ചെയ്തു. അതിനുശേഷം സാറ് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച്, കട്ടൻ കാപ്പി കുടിച്ച്. കട്ടൻ കാപ്പിയായിരുന്നു, ചായ അല്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് കട്ടൻ കാപ്പി. അപ്പം അമ്മനോട് ചോദിക്കുന്നത്, കട്ടൻ കാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8:30 PM 16 ജൂൺ 2026 ഒരു 8:30 PM ഒക്കെ ആയപ്പോഴത്തേക്കും സാറ് പോയി. വീണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒരു 8:30 PM to 9 PM അറ്റ് നൈറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ്, നെയ്മറൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള റീൽസ്, ഫുട്ബോൾ വേൾഡ് കപ്പ് ബന്ധപ്പെട്ടിട്ടുള്ള റീൽസ് കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മാച്ച് തുടങ്ങിയായിരുന്നു. പിന്നീട് ഞാൻ കുളിക്കാൻ പോയി. ഫ്രഷായി കുളിച്ച് പിന്നെ ബാർസലോണയുടെ ഷർട്ട് എടുത്തിട്ട് ലാമിൻ യമാലിൻ്റെ. ഇന്ന് ലാമിൻ യമാലിന് 18 വയസ്സായി. അവൻ ചെറുക്കൻ 14 വയസ്സായിരുന്നു ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ. പക്ഷേ സെലക്ഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മെയിനായിട്ട് കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ലാമിൻ യമാൽ സൂപ്പർ സ്റ്റാർ, മെസ്സിയുടെ പോലെ തന്നെ പുതിയ ബാർസലോണയുടെ സൂപ്പർ സ്റ്റാറാണ് ലാമിൻ യമാൽ. അപ്പോൾ ആ ചെറുക്കൻ, ആസ് എ ബിഗ് ബ്രദർ, I am supporting him because he is a good player and a good winger. He has been injured for a while. Therefore, he is playing today as a substitute in order to make his debut in a FIFA World Cup. അപ്പോൾ ആൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് ഈ ജേഴ്സി ഇട്ട്. അപ്പോൾ 9:30 PM ആയി. വൈകുന്നേരം രാത്രി ഒരു 9:30 PM ആയി. 15th ജൂൺ 9:30 PM ആയി. അപ്പോൾ ഞാൻ അതിനുശേഷം കുളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സാംസങ് മൊബൈൽ എടുത്തിട്ട് 9:30 PM വരെ സാംസങ് മൊബൈൽ എടുത്തിട്ട് ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്, അതുപോലെ തന്നെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ, അതുപോലെ തന്നെ ഇന്നലത്തെ ഫുള്ള് വ്ളോഗ്, പിന്നെ രാത്രിയിലത്തെ ജർമ്മനി വേഴ്സസ് കുർസാവോ, ഇന്ന് രാവിലെ മുതൽ എടുത്ത വ്ളോഗ്, ബിഫോർ ദിസ് മാച്ച് എടുത്ത വ്ളോഗൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് എൻ്റെ 3 യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 യൂട്യൂബ് ചാനലിലും ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അവസാനത്തെ ഇന്ന് രാവിലെ മുതൽ എടുത്ത വീഡിയോസ് ഇനി ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇതെടുത്തത്. എന്നിട്ട് ചോറുണ്ട് പോയി, രാത്രിയിലത്തെ ഡിന്നർ കഴിച്ചു. അപ്പോൾ റെഡിയായി, നാളെ പോകും. നാളെ 9 AM പോകും. ഞാൻ ആ സമയത്തൊന്നും എണീക്കില്ല.
അത് കാരണം ഇപ്പോഴേ ബൈ ബൈ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അവർ അമ്മയും അപ്പയും കിടന്നുറങ്ങി. ഇപ്പം സമയം എന്ന് പറയണത് 11:42 PM ആയി. ഒരു 9:30 PM മുതൽ 11:42 PM വരെ 11:30 PM വരെ ഞാൻ സ്പെയിൻ വേഴ്സസ് കേപ്പ് വെർഡെ എന്ന് പറയുന്ന മാച്ച്, ഈ ഫിഫ വേൾഡ് കപ്പിലെ 13ാമത്തെ മാച്ച് ഞാൻ കാണുമായിരുന്നു. 13ാമത്തെ മാച്ച് ഈ ഫിഫ വേൾഡ് കപ്പിൽ ഞാൻ കണ്ടു. ഈ മാച്ചിൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലാമിൻ യമാലിൻ്റെ ഡെബ്യൂ ആയിരുന്നു ഇന്ന് ഫിഫ വേൾഡ് കപ്പിൽ. ആളൊരു 82ാമത്തെ മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത്. ഇഞ്ചുറി ആയിരുന്നു, അത് കാരണമാണ്. എന്നാലും ഫിഫ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെൻ്റ് ആയത് കാരണം അവനെ ഇറക്കി. ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സംഭവമില്ല, മാമോദിസ ചെയ്തത് മെസ്സിയായിരുന്നു. മെസ്സി ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ലാമിൻ യമാലിൻ്റെ കൂടെ 2006 or 2007 എങ്ങാണ്ടും. അവൻ ജനിച്ച സമയത്ത്, അവൻ ജനിച്ചത് 2007 or 2008 എങ്ങാണ്ടും. അപ്പോൾ അത് കാരണം എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് യങ്ങസ്റ്റ് പ്ലെയറാണ് ലാമിൻ യമാൽ. പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ബാർസലോണ എനിമോർ, ബട്ട് ഐ ലൈക്ക് ഹിസ് സ്കിൽസ്. ഹീ ഈസ് ജസ്റ്റ് ലൈക്ക് നെയ്മർ, ലിറ്റിൽ നെയ്മർ. പിന്നെ ഞാൻ ആ കളി കണ്ടു. കളി ഒരു അടിപൊളി കളിയായിരുന്നു. ഫ്രാൻസൊക്കെ ഫുൾ അറ്റാക്കായിരുന്നു. കേപ്പ് വെർഡെ എന്ന് പറയണത് ചെറിയ ടീമൊന്നുമല്ല, ഒരു വലിയ ടീം തന്നെയാണ്. ചെറിയ ടീമാണ്. ഒഫീഷ്യലി വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ക്വാളിഫൈ ആകുന്നത് കേപ്പ് വെർഡെ. അതിൽ വൊളീന എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറുണ്ട്, നമ്മുടെ സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ. നല്ല അടിപൊളി ഗോൾ കീപ്പിംഗ് ആണ് ചെയ്തത് ഇന്നത്തെ മാച്ചിൽ. പിന്നെ നമ്മുടെ സ്പെയിനിൻ്റെ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ഉണ്ടായിരുന്നു. പെഡ്രി, ഗാവി, ഡാനി ഓൾമോ, മൈക്കൽ ഓയാർസബാൽ. ഇവരെല്ലാവരും മാക്സിമം ട്രൈ ചെയ്തു. ഫസ്റ്റ് ഹാഫിലൊക്കെ കാണണമായിരുന്നു. എൻ്റെ പൊന്നോ, ഭയങ്കരം സേവൊക്കെയാണ് നടത്തിയത്. വോളീന എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ ഒരു വേൾഡ് ക്ലാസ് പെർഫോമൻസാണ് ഇന്നത്തെ കളിയിൽ നടത്തിയത്. നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ പറയാനില്ല, ഇവർ കൺസിസ്റ്റൻ്റായിട്ട് അറ്റാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനമൊക്കെ സമയത്ത് ലാമിൻ യമാൽ ഇറങ്ങിയതിന് ശേഷം മുതൽ കുറച്ചും കൂടി ഒരു കൺസിസ്റ്റൻസിയും ലാമിൻ യമാലിൻ്റെ ലാസ്റ്റ് 8 മിനിറ്റും കൊണ്ട് മാക്സിമം ട്രൈ ചെയ്തു അടിക്കാൻ വേണ്ടിയിട്ട്. വേൾഡ് കപ്പിലെ 13ാമത്തെ മാച്ചാണ് ഇന്ന് നടന്നത്. 9:30 PM to 11:30 PM വരെയാണ് നടന്നത്. 15 ജൂൺ 2026 നടന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ചിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഫിനിഷ് ചെയ്തത് കേപ്പ് വെർഡെ 0 സ്പെയിൻ 0 എന്ന് പറയുന്ന ആ ഒരു സ്കോർ ലൈനിലാണ് അത് തീർന്നത്. ഞാൻ ടി വിയിലിരുന്നാണ് കണ്ടത്. അപ്പോൾ അത് കാരണം എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ലൈവ് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. രാത്രിയിലത്തെ മാച്ചുകൾക്ക് ഞാൻ ചെയ്യാം, അല്ലാത്ത മാച്ചുകൾക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും നല്ലതാണ് മുമ്പിലിരുന്ന് കാണുന്നത്, അത് കാരണം ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നീട് നല്ലൊരു മാച്ചായിരുന്നു. 9:30 മുതൽ 11:30 PM വരെ ഡിന്നർ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അതിരുന്ന് ചെയ്തു. നല്ല കളിയായിരുന്നു. ലാമിൻ യമാൽ വന്നതിന് ശേഷം കൺസിസ്റ്റൻ്റായിട്ട് പെർഫോമൻസ് നടത്തി. ആ 8 മിനിറ്റുകൾ കൊണ്ട് ആ ചെറുക്കനെ കൊണ്ട് എന്ത് പറ്റുമായിരുന്നോ അത് മൊത്തം ആ ചെറുക്കൻ ചെയ്തു. പക്ഷേ പറ്റിയില്ല, അൺഫോർച്യുനേറ്റ്ലി ഗോൾ അടിക്കാൻ പറ്റില്ല. പക്ഷേ അവസാന നിമിഷം ആയപ്പോഴത്തേക്കും സ്പെയിൻ ആകെ നെർവസായി, ആളുകളൊക്കെ പേടിയായി. ആ സമയത്ത് അതിൻ്റെ ലാഭം എടുത്തുകൊണ്ട് കേപ്പ് വെർഡെ അറ്റാക്കിങ്ങിന് പോയി. അവസാന നിമിഷം കഷ്ടിമുഷ്ടിക്ക് അവരടിച്ചില്ല, ഭാഗ്യം. ഇവരാകെ നെർവസായി. ചെറിയൊരു ടീം, പക്ഷെ ചെറിയ ടീമൊന്നുമല്ല. അവർ പ്രീവിയസ്ലി കഴിഞ്ഞ മാച്ചിൽ സെർബിയ എന്ന് പറയുന്ന ടീമുണ്ട്, യൂറോപ്പിലെ വൺ ഓഫ് ദി ഫേമസ് ടീംസാണ്, ഫുട്ബോൾ ടീംസാണ്. അപ്പോൾ അവരെ 3-0 തോൽപ്പിച്ചതാണ് ഈ ടീം. അപ്പോഴേ എനിക്കറിയാൻ പറ്റുന്ന ഇതൊരു നല്ലൊരു ടീമാണ്. പിന്നെ കണ്ടു, നല്ലൊരു മാച്ചായിരുന്നു. ഇന്ന് ലാമിൻ യമാലിൻ്റെ ഒരു ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത്. ഇന്ന് അയാളുടെ അല്ലെങ്കിൽ അവൻ്റെ ആദ്യത്തെ വേൾഡ് കപ്പ് മാച്ചാണ്. നല്ലോണം കളിക്കട്ടെ, നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നല്ല 11:30 വരെ ഇരുന്ന് കണ്ടു. അപ്പോൾ അമ്മയും കിടന്നുറങ്ങി. ഇപ്പോൾ സമയം എന്ന് പറയണത്, അതിൻ്റെ ഇടയ്ക്ക് വിദ്യാമ്മനെ വാട്സപ്പ് കോൾ വിളിച്ച് ആളും കണ്ടു, കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നു.
ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:47 PM ആണ്. രാത്രി 11:47 PM ഓഫ് 15th June 2026. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളി പറയാൻ വേണ്ടിയിട്ട്. സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ജേഴ്സിയാണ് ഇട്ടത്. അപ്പം അത്രേ ഉള്ളൂ. 11:47 PM 23:47 PM ഓഫ് 15th June 2026. എനിക്ക് 21 വയസ്സ് 2 മാസമായി. ഇപ്പം ഈ ദിവസം ഇന്നത്തെ ദിവസമായി. അപ്പോൾ അത് എത്ര ഉള്ളൂ. 16-ാം തീയതിയാണ് നാളെ. 17-ാം തീയതി രാവിലെയാണ് എൻ്റെ ടീമിൻ്റെ കളി. ഫിഫ വേൾഡ് കപ്പിൽ ടഫ് കളിയായിരിക്കും. അർജൻറ്റീന വേൾഡ് ചാമ്പ്യന്മാർ കളിക്കാൻ വേണ്ടി പോണത് ഏത് ടീമിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾജീരിയയുടെ എതിരെയാണ് കളി. നല്ല കളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 10:30 ഇപ്പോൾ സമയം 11:48 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ 12 മണിയാവും. അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുക, അല്ലെങ്കിൽ ഉറക്കം കിട്ടില്ല നല്ല രീതിയിൽ. അപ്പോൾ ഇത് ഈ മാച്ചിൻ്റെ ലൈവായിട്ട് എടുക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് സ്റ്റാർട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടേം അലോട്ട്മെൻറ്റ് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറി അലോട്ട്മെൻറ്റ് വന്നു. അലോട്ട്മെൻ്റ് അല്ല, റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ അതിൽ ഞാൻ MGU CAT പരീക്ഷ മെയ് 24-ാം തീയതി പോയിട്ട് എഴുതിയായിരുന്നു. 2026 മെയ് 24-ാം തീയതി. അപ്പം ആ എക്സാമിന് എനിക്ക് ഒരു പേപ്പർ എഴുതി, രണ്ട് പേപ്പറിന് വേണ്ടിയിട്ട് എഴുതി, 2 എക്സാമിന് വേണ്ടിയിട്ട് എഴുതി. അത് ഇൻ്റർനാഷണൽ റിലേഷൻസും ഗാന്ധിയൻ സ്റ്റഡീസും. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എനിക്ക് 100 പേരിൽ നിന്ന് 57-ാം സ്ഥാനവും, പിന്നെ ഗാന്ധിയൻ സ്റ്റഡീസിൽ 21 എണ്ണത്തിൽ നിന്ന് 500-ഓളം പിള്ളേർ എഴുതിയത്. എന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഗാന്ധിയൻ സ്റ്റഡീസിന് 21-ൽ 10ാമതും മറ്റേതിൽ 100-ൽ 57-ാമത്തതുമായിട്ട് വന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള പരീക്ഷ ഉണ്ടാകും സൂനായിട്ട്. അതിനുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴത്തേക്കും അങ്ങോട്ട് പോയിട്ട് എഴുതണം. അതാണ് എൻ്റെ പ്ലാൻ. അത് ഞാൻ എൻ്റെ അവിടുത്തെ ഇപ്പോഴത്തെ എൻ്റെ സെക്കൻഡ് ഇയർ പഠിപ്പിച്ച എക്കണോമിക്സ് ടീച്ചറുണ്ട്. പേര് ടിജി മിസ്. ആളിപ്പോൾ ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ വൺ ഓഫ് ദി അസോസിയേറ്റഡ് ഹെഡാണ്, ടീച്ചറാണ്, പ്രൊഫസറാണ്. 5 വർഷത്തെ കാലാവധിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചേർന്നത് MG യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആളോട് വിളിച്ച് പറഞ്ഞു ഇതിനെക്കുറിച്ചിട്ട്. അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഇപ്പോൾ മറന്നു പോയായിരുന്നു വ്ളോഗിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. സ്പെയിൻ 0, കേപ്പ് വെർഡെ 0 ഇന്നത്തെ മാച്ച്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 23:50, 11:50 PM ഇൻ ദി നൈറ്റ് ഓഫ് 15th June 2026. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സൈനിങ് ഓഫ്.